പറയട്ടെ. ഹായ്, ഇന്ന് എന്റെ കയ്യിലുള്ളത് ചക്ക വരട്ടിയതാണ്. പഴുത്ത ചക്ക വരട്ടിയത്. ഇത് നമുക്ക് ജാമായിട്ട് ഉപയോഗിക്കാം. ബ്രെഡിൽ ജാം പോലെയൊക്കെ തേച്ചിട്ട് കഴിക്കാം കേട്ടോ. പിന്നെ പായസം ഉണ്ടാക്കാം. ചക്ക ഇല്ലാത്ത കാലത്ത് പിള്ളേർക്ക് ഇതിങ്ങനെ കഴിക്കാൻ കൊടുക്കാം. പിന്നെ പായസം ഉണ്ടാക്കാം. പിന്നെ എന്താ ചെയ്യാൻ പറ്റിയതുകൊണ്ട് അട ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഈ വേണ്ടി എടുത്തിട്ടുള്ളത് 3 പഴുത്ത ചക്കയാണ്. അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ ഈ ചക്കയ്ക്ക്. അപ്പോൾ നമുക്കിതൊക്കെ വെട്ടി നുറുക്കി ചക്ക ചൊളാക്കി എടുക്കാം. ഇതിങ്ങനെ ചൊളയാക്കി എടുക്കുമ്പോൾ കയ്യിൽ ഇത്തിരി എണ്ണ പരട്ടുന്നത് നല്ലതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഇത് പറിക്കുമ്പോൾ മുളഞ്ഞൊക്കെ കയ്യിൽ ഒട്ടിപ്പിടിച്ച് ആകെ മെനക്കേടാവും. അങ്ങനെ നമ്മൾ അതിൻ്റെ ചൊളയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുരു ഒന്നും ആവശ്യമില്ല. അപ്പോൾ കുരു കയ്യോടെ തന്നെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് കുരു കളയാൻ വേണ്ടി ഇരിക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ കുരു അതേപോലെ തന്നെ ചകിനി ഒക്കെ നമ്മൾ പറിച്ചെടുക്കുക. അതൊന്നും ഇനി ആവശ്യമില്ല. അപ്പോൾ ഞങ്ങൾ 4 ചക്കേൻ്റെ ചുള ഒരു ദിവസം കൊണ്ടാണ് കേട്ടോ. ഒരു ദിവസമല്ല, ഒരു നേരം കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ പറിച്ചെടുത്തത്. ഞാനും ഉണ്ടായിരുന്നു, അനാമി ഉണ്ടായിരുന്നു. അതൊക്കെ അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേക്കിങ്ങൊക്കെ തുടങ്ങാം. ആദ്യം നമുക്ക് ഈ ചുള കുരുവും ചകിരിയൊക്കെ കളഞ്ഞിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാം കേട്ടോ. നല്ല പേസ്റ്റ് പോലെ ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പേസ്റ്റ് പോലെ ആക്കാൻ അടിയെ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടി നമ്മൾ അത്രയും കട്ടിയുള്ള പാത്രമാണ് എടുത്തേക്കണത്. എന്നാലും ജസ്റ്റ് അടിയെ പിടിക്കാനും കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചെറുതായി ഒന്ന് അരച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് നല്ലപോലെ വരട്ടിയെടുക്കാം കേട്ടോ. തീ നല്ലപോലെ കത്തിച്ചിട്ട് തന്നെ കൈവിടാതെ ഇളക്കാം. ഞാനിത് അടുപ്പമേലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് ഇത് നല്ല തീ കത്തണുണ്ടായിരുന്നു. നല്ല തീയുള്ള സമയത്ത് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇളക്കി നമ്മുടെ കളർ ഇപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഒരു കുപ്പി നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന നേരത്താണ് കേട്ടോ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇളക്കിയെടുക്കാം. ഇളക്കി നല്ല കറുത്ത കട്ടി കളറാവുന്ന പോലെ നമ്മളിത് വരട്ടിയെടുക്കണം കേട്ടോ. കുറച്ചും കൂടി ഒന്ന് ബ്രൗൺ ആയി വരുന്ന സമയത്ത് നമുക്ക് 2 അച്ച് ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ വെള്ളത്തിൽ ഉരുക്കിയിട്ട് ഇട്ട് കൊടുക്കാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് വരരാൻ കുറേ സമയം പിടിക്കുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നത്. ആ ചൂട് തട്ടിയിട്ട് ഇത് അലിഞ്ഞ് എല്ലാത്തിലോട്ടും ചേർന്നോളൂ കേട്ടോ. അതുകൊണ്ട് വരട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉരുക്കി ഒഴിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഇട്ടിട്ട് കണ്ടോ, അത് ഏകദേശം നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇട്ട് ഇളക്കി വരട്ടിയെടുക്കാം. ഈ ഒരു സംഭവം ഉണ്ടാക്കണതിൽ ഇത്തിരി മടി പറയണത് ഈ ഇളക്കലാണ് കേട്ടോ. ഇളക്കി നമ്മുടെ കൈ ഷോൾഡർ തൊട്ടേ കഴിച്ചു തുടങ്ങും. പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് ഓർക്കുമ്പോൾ നമുക്ക് അതിലൊന്നും ഒരു മടി തോന്നില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. ഇത് നല്ലപോലെ വരണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 2-3 മാസമൊക്കെ പുറത്തെടുത്ത് വെക്കാം കേട്ടോ. അതേപോലെ തന്നെ ഫ്രിഡ്ജിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു കൊല്ലത്തിനടുത്ത് നാശാവാതിരിക്കും കേട്ടോ. ഒരു ചക്ക സീസണിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ചക്ക സീസൺ വരെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കും. ഇടയ്ക്കൊക്കെ ഒരു കൊതി തോന്നുമ്പോൾ എടുത്ത് കഴിക്കാനായിട്ട് സംഭവം ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ നല്ല കളറായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് അടച്ച് വെക്കേ. ഇത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. ചൂടാറാൻ വേണ്ടിയിട്ട് വൈകുന്നേരം മൊത്തം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ആയപ്പോൾ നല്ലപോലെ ചൂടാറി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാത്രത്തിലിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ തന്നെ ഇട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ പെട്ടെന്ന് നാശമായി പോവേ. അപ്പോൾ ഗൈസ്, നമ്മുടെ അങ്ങനെ ചക്ക വരട്ടിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബൈ.